ഹലോ മക്കളെ, ജെസി സാറാണേ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ഇവിടെ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നിങ്ങൾക്കറിയാം ഓണം എക്സാമൊക്കെ കഴിഞ്ഞു, പേപ്പറൊക്കെ കിട്ടി, പല സ്കൂളിനകത്തും ക്ലാസ് PT ഒക്കെ വിളിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് സാർ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, പിന്നെ എക്സാമൊക്കെ അത്യാവശ്യം ടഫായതുകൊണ്ട് വിചാരിച്ചതുപോലെ മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ മക്കളെ, വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. മാർക്ക് കുറഞ്ഞ ആളുകളോടാണ് പറയുന്നത്. സോ ഡോണ്ട് വറി. നമുക്കറിയാം കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്ക് എക്സാം ഇതുപോലെ തന്നെ അത്യാവശ്യം ഈ ഒരു വർഷം ടഫായിരുന്നു എന്ന് നമുക്കറിയാം അല്ലേ. അത്യാവശ്യം നമ്മൾ വിചാരിച്ചതുപോലെ സൈലത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ കണ്ട ആൾക്കാരൊക്കെ എക്സാം വളരെ ഈസി ആയിരുന്നെങ്കിൽ പോലും ഞങ്ങൾക്കറിയാം കുറേ ആളുകളൊക്കെ പറയാറുണ്ട് ഇതുപോലെ തന്നെ കൃത്യമായി ഫോളോ ചെയ്യാതെ ആളുകളൊക്കെ എക്സാം അത്യാവശ്യം ടഫായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ തന്നെ ടഫാന്ന് വിചാരിച്ച് നമ്മൾ നടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം നമുക്ക് മുൻപിലേക്ക് ഇനി വരാൻ പോകുന്നത് ക്രിസ്മസ് എക്സാമാണ്. ഇപ്പോൾ ഒരു എക്സാമിനകത്ത് നമ്മൾ മാർക്ക് കുറഞ്ഞു, അപ്പോൾ വീട്ടുകാരൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതേപോലെ നമുക്ക് ഇനി അടുത്ത എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്ക് കുറയാൻ പറ്റില്ല. ഈ ഒരു അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ സ്കൂളിനകത്തുള്ളൊരവസ്ഥ, ഒരുപാട് ആർട്സ്, സ്പോർട്സ്, അതുപോലെ മേളകൾ, ഇതെല്ലാം നടക്കുന്നൊരു ടൈമാണ് ഇത് ഇനിയുള്ള ടൈം എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ സ്കൂളിനകത്തും 9ാം ക്ലാസ്സിനേക്കാൾ കൂടുതലായിട്ടും ഈ 10ാം ക്ലാസ്സിനകത്ത് ഒരു മെയിൻ എക്സാം ഒക്കെ വരുന്നത് കൊണ്ട് കൂടുതലായിട്ടും ടീച്ചേഴ്സൊക്കെ തന്നെ SSLC ഉള്ള മക്കൾക്കാണെങ്കിൽ കൂടുതലും പരിഗണന എന്ത് ചെയ്യും, കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ക്ലാസ്സുകളും മറ്റൊക്കെ തന്നെ ചിലപ്പോൾ ഒരു പെൻഡിങ് ആവുന്ന ആളുകൾ എന്ന് പറയുന്നത് എൻ്റെ 9ാം ക്ലാസ്സിലെ മക്കളായിരിക്കും. കാരണം 9ാം ക്ലാസ്സിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട ഈ ഒരു 9ൽ പഠിക്കേണ്ട ഈ ഒരു ഭാഗങ്ങൾ തന്നെയാണ് നെക്സ്റ്റ്, അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇത് 10ാം ക്ലാസ്സിനകത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് 9ൽ നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചാൽ മാത്രമാണ് അടുത്ത വർഷം നിങ്ങൾ എഴുതാൻ പോകുന്ന SSLC എക്സാമിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, വലിയ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇനിയുള്ള ടൈം എന്ന് പറഞ്ഞാൽ വലിയൊരു സമയമാണ്. ഇനിയുള്ള സമയം വലിയ സമയമാണ്. നിങ്ങൾ നോക്ക്, നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു 3-4 ചാപ്റ്ററുകളൊക്കെയാണ് ഇപ്പോൾ ഒരു ടെക്സ്റ്റിനകത്ത് കഴിഞ്ഞത്. അതേപോലെ തന്നെ നമുക്ക് ഇനിയും ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റുകൾ ഇനി വരാൻ പോകുന്നുണ്ട്. അതിനകത്തും ഇതേപോലെ തന്നെ ചാപ്റ്ററുകളുണ്ട്. അപ്പോൾ നമുക്ക് മുൻപിലുള്ള മാസങ്ങൾ എന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന മാസങ്ങൾ മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. സോ അതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ പോയിട്ട് എല്ലാം കൂടി പഠിക്കാമെന്നുള്ള രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അന്നേരം പണി പാടും. കുറേ ആൾക്കാർക്ക് അത് കഴിഞ്ഞ ഓണം എക്സാമിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് വേണം, കൃത്യമായി ഒരു ചിട്ടയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി പഠിച്ചു തുടങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നു, ട്യൂഷനൊന്നും പോകാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സൈലത്തിൻ്റെ നിഞ്ച ബാച്ച് ഒരുങ്ങിയിട്ടുള്ളത്. മക്കളെ, ഒരുപാട് ഫീച്ചേഴ്സുകൾ അടങ്ങിയിട്ടുള്ളതാണ് നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. നിഞ്ച ബാച്ചിൻ്റെ ഫീച്ചേഴ്സുകളൊക്കെ എങ്ങനെ അറിയാം? ഒന്ന്, നിങ്ങൾക്കറിയാം റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകളാണ്. അതായത് ഓൾറെഡി നിങ്ങൾക്ക് ടൈം ടേബിൾ തരും. ആ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ എന്ത് ചെയ്യും, നടക്കും. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് സൈലത്തിൻ്റെ ആപ്പിനകത്ത് അത് ഓൾറെഡി റെക്കോർഡഡ് ആയിട്ട് കിടക്കും. നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കണ്ടാൽ മതി. ഒരു ഓഫ്ലൈൻ സെൻറ്ററിനകത്ത് നിങ്ങൾ അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സാധ്യമല്ല എന്നുള്ള കാര്യം മക്കൾ മനസ്സിലാക്കി വെക്കുക. കാരണം ഒരു ദിവസം ക്ലാസ്സിന് നമ്മൾ പോയിട്ടില്ലെങ്കിൽ ആ ക്ലാസ് നമുക്ക് മിസ്സായി എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അത് ക്ലാസ് കിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് ആ സൗകര്യമുള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. കൃത്യമായിട്ടുള്ള നോട്ട്സുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് എന്താണോ ഓരോ ഭാഗത്തും വേണ്ടത് അതിൻ്റെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള നോട്ട്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉണ്ടാവും. എക്സാമിന് പഠിക്കേണ്ട രീതിക്കനുസരിച്ചാണ് ആ നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മക്കൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എക്സാം ഇതും ഉണ്ടാവും. ആ എക്സാമിനകത്ത് നിങ്ങൾക്കറിയാം ഒരുപാട് എക്സാമുകൾ ഉണ്ടാവും. ആ ഓരോ എക്സാമിനകത്തും നിങ്ങൾക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അല്ലേ വേണ്ടത്, ആ ക്വസ്റ്റ്യൻ ഒക്കെ അതിനകത്ത് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കണമെങ്കിൽ, ടീച്ചേഴ്സിനോടൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറയുന്നു, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, പഠിക്കണം അടിപൊളിയാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ബെറ്റർ സൊല്യൂഷനാണ് സൈലത്തിൻ്റെ നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. സോ മക്കളെ, നിങ്ങൾ താഴെ കാണുന്ന നമ്പർ പെട്ടെന്ന് തന്നെ ഡയൽ ചെയ്യുക. സൈലത്തിൻ്റെ ഭാഗമായി മാറുക. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം മക്കളെ. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ.